ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഹിക്വിഷൻ 2024 പുറത്തിറക്കിയ രണ്ട് അടിപൊളി ക്യാമറകളാണ് കേട്ടോ. അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന വിലയിൽ രണ്ട് ക്യാമറകളാണ് ഇത്. അപ്പോൾ ഈ ക്യാമറയുടെ അൺബോക്സിങ്ങും അതിൻ്റെ ഡെമോ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 ജനുവരി ആണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം 2 മെഗാ പിക്സലും ഒരെണ്ണം 4 മെഗാ പിക്സലും. അപ്പോൾ ഈ രണ്ട് ക്യാമറകളുടെയും വീഡിയോ ഞാനിവിടെ ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ വാങ്ങിച്ചിട്ടല്ല ഈ ക്യാമറയുടെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോയേ അല്ല. ഈ പ്രോഡക്റ്റുകൾ നെക്സ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IBMS 4200 എന്ന് പറഞ്ഞ ഹിക്വിഷൻ്റെ ഒരു ഫ്രീ വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ അതിലാണ് നിങ്ങളെ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാനത് ഫുൾ സ്ക്രീനിലേക്ക് ആ വീഡിയോ ആക്കി കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡിജിറ്റൽ സൂമിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഡിജിറ്റൽ സൂമിങ് ചെയ്തിട്ട് ഈ ഒരു പക്ഷിക്കൂട് ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു പക്ഷിക്കൂടിൻ്റെ നെറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ സൂമിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ വേരിഫോക്കൽ ക്യാമറയോ അല്ലെങ്കിൽ PTSD ക്യാമറയോ വയ്ക്കുന്ന പോലെ അല്ല. ഡിജിറ്റൽ സൂമിങ് ചെയ്യുന്നതിനനുസരിച്ച് സൂം ചെയ്ത് വരുന്നതിനനുസരിച്ച് ക്വാളിറ്റി എന്തായാലും കുറഞ്ഞു വരും. പക്ഷേ എന്നാലും ഒരു 6-7 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന വസ്തുക്കളെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം ആ നെറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വളരെ സുപ്പീരിയർ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അൾട്രാ സീരീസ് മോഡലിൽ വരുന്നതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇത്. ഹിക് കണക്റ്റ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്ക് NVR ഇല്ലാതെ തന്നെ ഈ ഒരു ക്യാമറയെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സീരിയൽ നമ്പർ വെച്ചുകൊണ്ട് ആഡ് ചെയ്തേക്കുന്ന വ്യൂ ആണ് നിങ്ങൾ ഈ ഒരു മൊബൈലിൽ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പക്ഷിക്കൂട് കാണാൻ സാധിക്കും. ഈ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. കണ്ടോ, ആ പക്ഷിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്ന ആ നൈസായിട്ടുള്ള നെറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, അത്രയും ക്ലാരിറ്റിയാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. കണ്ടോ, അത്രയും ദൂരെ നിൽക്കുന്ന ഒരു പക്ഷിക്കൂടാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ നെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ 4MB ക്യാമറ എടുക്കുക എന്നുള്ളതാണ്. 4MB ആയിരിക്കും കുറേ കൂടെ ബെറ്റർ ക്വാളിറ്റി. ഇത് 4MB ക്യാമറയുടെ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 മെഗാ പിക്സൽ ക്യാമറ, ഇതാണ് നമ്മുടെ 4 മെഗാ പിക്സൽ ക്യാമറ. കാഴ്ചയിൽ ഈ 2 മെഗാ പിക്സലും ഈ 4 മെഗാ പിക്സലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. 270 ഗ്രാമാണ് ഈ രണ്ട് ക്യാമറകളുടെയും ഭാരം വരുന്നത്. അത്രയും വെയിറ്റ് കുറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ ഈ ഫ്രണ്ടിൽ ഈ ബ്ലാക്ക് കാണുന്ന ഏരിയ മാത്രമേ മെറ്റലുള്ളൂ, ബാക്കി ഇതെല്ലാം പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊറോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ക്യാമറയിൽ വരുന്നില്ല കേട്ടോ. ക്യാമറയുടെ ബോക്സിനോടൊപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ് വരുന്നുണ്ട്, ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് വരുന്നുണ്ട്, വെതർ പ്രൂഫ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അതുപോലെ സ്ക്രൂ സെറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇത് ഈ ഒരു ക്യാമറയുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലൂടെ കാണുന്ന വിഷ്വൽസ് ആണ്. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അങ്ങനെ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടെങ്കിലും, അതായത് നമുക്ക് ഈ IBMS 4200 എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ക്യാമറ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെയുള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ കോൺഫിഗറേഷൻ സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മളൊരു സാധാരണ IP ക്യാമറയിൽ കാണുന്ന എല്ലാ കോൺഫിഗറേഷൻസും ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവൻ്റ് എന്നുള്ള ഈ ഒരു ക്യാമറയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഇവൻ്റ് കോൺഫിഗറേഷൻ. അത് നമുക്ക് ബേസിക് ഇവൻറ്റും സപ്പോർട്ട് ചെയ്യും, സ്മാർട്ട് ഇവൻറ്റും സപ്പോർട്ട് ചെയ്യും. ബേസിക് ഇവൻറ്റിൽ നമുക്ക് സാധാരണ രീതിയിൽ ഡൈനാമിക് അനാലിസിസ് ഫോർ മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എററൊന്നും കൂടുതലായിട്ട് ഇല്ലാതെ തന്നെ വെഹിക്കിളും ഹ്യൂമനെയും ഈ ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്യും. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഹ്യൂമൻ വെഹിക്കിൾ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ടിക്ക് ഇടാവുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ലിങ്കേജ് മെത്തേഡും സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കണം. പിന്നെ സ്മാർട്ട് ഇവൻറ്റ് കോൺഫിഗറേഷൻ ഈ ക്യാമറ 2 കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രൂഷൻ ഡിറ്റക്ഷനും അതുപോലെ തന്നെ ലൈൻ ക്രോസിങ്ങും ഈ ഒരു ക്യാമറയിൽ ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ ലൈൻ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ടൊരു ഏരിയ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഡിറ്റക്ഷൻ ഏരിയ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത് കണ്ടോ? അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ഇത് എനിക്ക് തിരിച്ചിങ്ങനെ വയ്ക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുവാണ്. ഇത് കണ്ടോ? ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഈ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് പോയി കഴിഞ്ഞാലും ബിയിൽ നിന്ന് എയിലേക്ക് വന്നാലും എനിക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് അലേർട്ട് വരുന്ന രീതിയിൽ ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കത് അങ്ങനെ വേണ്ട, നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോയാൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ താഴെയാണത് മാറ്റി കൊടുക്കുന്നത് കണ്ടോ? ബിയിൽ നിന്ന് എയിലേക്ക് പോയാൽ മാത്രം നമുക്ക് അലർട്ട് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതായത് ലൈൻ ക്രോസിങ് സപ്പോർട്ടീവ് ആണ്. പിന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഡിറ്റക്ഷൻ ഏരിയ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഏത് സമയത്താണെന്ന് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. കണ്ടോ? ഷെഡ്യൂൾ ചെയ്യാൻ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സമയവും നമുക്കിവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അലേർട്ട് വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? നോട്ടിഫൈ സർവൈലൻസ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സെൻഡ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. നമ്മുടെ FTP സെർവറിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിക്ചർ, ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാളുടെ പിക്ചർ നമ്മുടെ സെർവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ടു FTP എന്നുള്ള ഓപ്ഷൻ നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്യാമറ ആർക്കാണ് പ്രയോജനപ്പെടുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു IP ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു 6000 അല്ലെങ്കിൽ 6500 രൂപയെങ്കിലും നിങ്ങൾ ആ ഒരു ക്യാമറയിൽ കൊടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഹിക്വിഷൻ തന്നെ അവരുടെ ക്വാളിറ്റി ലൈനിൽ വീട്ടിലും ഓഫീസിലും വെക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ അവർ പുറത്തിറക്കുന്നത് അൾട്രാ സീരീസ് പ്രോഡക്റ്റുകളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 മെഗാപിക്സൽ ക്യാമറയുടെ വില വരുന്നത് എത്രയെന്ന് അറിയോ? വെറും 5600 ആണ് ഇതിൻ്റെ MRP വരുന്നത്. ഈ ഒരു ക്യാമറയുടെ റേറ്റ് വരുന്നത് 9600 രൂപയാണ്. അതായത് ഇത് 4 മെഗാപിക്സലാണ്. അപ്പോൾ ഈ 2 ക്യാമറകളും നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സാധാരണ IP ക്യാമറകൾ എടുക്കുന്നതിനേക്കാളും വളരെ കുറച്ച് പൈസ നിങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഈ 2 മെഗാപിക്സൽ ക്യാമറയുടെ വൈഡ് ആംഗിൾ, അതായത് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വൈഡ് ആംഗിൾ എന്ന് പറയുന്നത് 81 ഡിഗ്രിയാണ്. അതേസമയം 4MB ക്യാമറയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 76 ഡിഗ്രിയാണ്. 76 ഡിഗ്രി ആയിരിക്കും വൈഡ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും ഈ ഒരു ആംഗിൾ പറയുന്നത്. 2 മെഗാപിക്സൽ ക്യാമറയുടെ മാക്സിമം റെക്കഗ്നേഷൻ പവർ എന്ന് പറയുന്നത് 11 മീറ്റർ ആണ്. അതേസമയം 4 മെഗാപിക്സൽ ക്യാമറയുടെ റെക്കഗ്നേഷൻ പവർ എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. അപ്പോൾ ക്യാമറ എത്രത്തോളം ദൂരെ നിൽക്കുന്ന ആളെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് 11 മീറ്ററും 15 മീറ്ററുമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻഫ്രാറെഡ് ഡിസ്റ്റൻസ് 40 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് നമ്മൾ വെക്കുന്നത്? നമ്മുടെ വീടിനും നമ്മുടെ വീട്ടിലിരിക്കുന്ന വസ്തുക്കൾക്കും നമ്മൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ പാകപ്പിഴകൾ കൊണ്ട്, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയ്ക്ക് അത്രയും ക്വാളിറ്റി ഇല്ല, നമ്മുടെ വീട്ടിൽ ഒരുത്തനെ അതിക്രമിച്ച് കയറി അവൻ്റെ മുഖം വ്യക്തമാകുന്നില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ വെച്ചിരിക്കുന്ന സാധനത്തെ നമ്മൾ പഴിക്കും അല്ലേ? ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ നല്ലത് എടുക്കാമായിരുന്നു എന്ന് നമ്മളപ്പോൾ പറയും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സാധനം നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, ഇപ്പോൾ ഈ 2 ക്യാമറകളും എക്കണോമിക് റേഞ്ചിൽ വരുന്ന, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നിങ്ങൾ ക്യാമറ വെക്കാൻ IP ക്യാമറ വെക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ 2 ക്യാമറകളും ഇക്വേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നല്ലൊരു സിസ്റ്റം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4-5 വർഷത്തേക്ക് പിന്നെ നമുക്ക് ആ ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ക്യാമറയുടെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ കറക്റ്റായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സിസ്റ്റം എന്നും നമ്മുടെ വീട്ടിലുണ്ടാകും. ഇപ്പം നമ്മൾ ഏത് ക്യാമറ എടുത്താലും ആ ക്യാമറ നല്ല രീതിയിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ സ്വിച്ച് എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ കൊറിയർ ചെയ്ത് തരാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ
കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക. നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വർത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ വീഡിയോസിനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ കോൺഫിഗറേഷൻസ് ഒക്കെ താല്പര്യം അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ടെക്നീഷ്യൻസ് ആണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ മെമ്പർ വീഡിയോസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻസ് ചാനൽ മെമ്പർ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 100ഓളം വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. നമ്മളെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിച്ചേക്കും. 159 രൂപയാണ് ഒരു മാസത്തേക്ക് നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ജോയിൻ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ പബ്ലിക്കായിട്ട് ഇതേപോലെ ഇട്ടേക്കുന്ന വീഡിയോസ് അല്ല, പ്രൈവറ്റ് വീഡിയോസ് ആണ്. നിങ്ങൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രമാണ് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലാതെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അത് കണ്ട് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.